ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം നോക്കാം എന്താണ് പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി പറയുന്നത്. This identity says that if collection EI where I greater than or equal to 1 is an orthonormal system, then this system is a basis in a Hilbert space H if and only if for all x element of H we have the identity norm x square is equal to summation I greater than or equal to 1 absolute value of inner product x EI square. സോ കളക്ഷൻ ഇ ഐ ബേസിസ് ആവണമെങ്കിൽ എല്ലാ എക്സിനും ഈ ഐഡൻറ്റിറ്റി നോം എക്സ് നമുക്ക് തന്നിരിക്കുന്ന ഈക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. തിരിച്ച് എല്ലാ എക്സ് എലമെൻറ്റ് ഓഫ് എച്ചിനും ഈ ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കളക്ഷൻ ഇ ഐ ഒരു ബേസിസ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മൾ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റിയുടെ പ്രൂഫ് കണ്ടപ്പോൾ ഒരു എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് norm x square equal to summation I greater than or equal to 1 inner product of absolute value of inner product x EI square എന്നുള്ള ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സിനെ സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ എന്ന് എഴുതാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു എക്സിന് നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ശരിയാണെങ്കിൽ ആ എക്സിനെ നമുക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നമ്മൾ ആ പ്രൂഫിൽ കണ്ടിരുന്നു. അപ്പോൾ സപ്പോസ് ഈ ഈക്വാലിറ്റി നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്നുള്ള ആ എക്സ്പ്രഷൻ നമ്മുടെ എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു ഡെൻസ് സബ്സെറ്റിൽ മുഴുവനായിട്ടും ഫോർ ഓൾ എക്സിൻ്റെ ഡെൻസ് സബ്സെറ്റ് ഓഫ് എച്ചിൽ നമുക്ക് ആ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ ഡെൻസ് സെറ്റിലുള്ള ഓരോ എക്സിനും നമുക്ക് ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലീനിയർ സ്പാൻ ഓഫ് ഇ ഐ, ഈ സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു ഫൈനൈറ്റ് അപ് ടു എ ഫൈനൈറ്റ് കളക്ഷനെ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ലീനിയർ സ്പാനിലുള്ള മെമ്പറാണ്. സോ ഓരോ എക്സിനെയും ഡെൻസ് സെറ്റിലുള്ള ഓരോ എക്സിനെയും ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലീനിയർ സ്പാൻ ഓഫ് ഇ ഐ where I greater than or equal to 1 is dense in H. ഒരു സിസ്റ്റത്തിൻ്റെ ലീനിയർ സ്പാൻ ഹിൽബർട്ട് സ്പേസിൽ ഡെൻസ് ആണെങ്കിൽ ആ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് സിസ്റ്റം. സോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇ ഐ എന്ന് പറയുന്ന സിസ്റ്റം ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇ ഐ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഓർത്തോനോർമൽ സിസ്റ്റത്തിനെയാണ്. ഇപ്പോൾ ഒരു സിസ്റ്റം ഓർത്തോനോർമലും കംപ്ലീറ്റും ആണെങ്കിൽ നമ്മൾ മുമ്പൊരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ basis of the Hilbert space. Complete orthonormal system in a Hilbert space is a basis. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ബേസിസ് ഓഫ് എച്ച് ആയിരിക്കും. അപ്പോൾ എന്ത് റിലാക്സേഷനാണ് നമ്മളിവിടെ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റിയേക്കാൾ കൂടുതലായിട്ട് വരുത്തിയിരിക്കുന്നത്? പാഴ്സവാൽസ് ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പറയുന്നത് ബേസിസ് ആവണമെങ്കിൽ ഏത് എക്സ് എച്ചിൽ നിന്ന് എടുത്താലും ഈ പറയുന്ന ഐഡൻറ്റിറ്റി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ്. ഇപ്പം നമ്മൾ പറയുന്നു ഈ ഐഡൻറ്റിറ്റി ഹിൽബർട്ട് സ്പേസിൻ്റെ ഒരു ഡെൻസ് സബ്സെറ്റിൽ ട്രൂ ആണെങ്കിൽ വരെ, ഏതെങ്കിലും ഒരു ഡെൻസ് സബ്സെറ്റിലുള്ള എല്ലാ എക്സുകൾക്കും ഈ ഐഡൻറ്റിറ്റി ട്രൂ ആണെങ്കിൽ ദെൻ ഓൾസോ കളക്ഷൻ ഇ ഐ ഈസ് എ ബേസിസ് ഓഫ് എച്ച് എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാ എക്സിനും വേണമെന്നില്ല, ഒരു ഡെൻസ് സെറ്റിലുള്ള എല്ലാ എക്സിനും ഉണ്ടായാലും മതി. സോ കളക്ഷൻ ഇ ഐ വെർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് എ ബേസിസ് ഓഫ് എച്ച് ഈവൺ വെൻ നോം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 absolute value of inner product x EI square is true for all x in some dense subset of H. ഓക്കെ, ഇനി നമുക്കൊരു തിയറം നോക്കാം. ഈ തിയറം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഏത് സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എടുത്താലും അതിനൊരു കംപ്ലീറ്റ് ഓർത്തോനോർമൽ സിസ്റ്റം ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് രണ്ട്
ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സെപ്പറബിൾ, രണ്ട് കാര്യങ്ങളാണ്, സെപ്പറബിളും ഇൻഫിനിറ്റ് ഡയമെൻഷണലുമായിട്ടുള്ള രണ്ട് ഹിൽബർട്ട് സ്പേസസ് എടുത്തിരിക്കുകയാണ്, H1 ആൻഡ് H2. ദെൻ ദേ ആർ ഐസോമെട്രിക്കലി ഈക്വാലൻ്റ് എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. സോ യു ടേക്ക് എനി ടു സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസസ്, they are isometrically equivalent. What is meant by isometrically equivalent? Isometrically equivalent means you have a linear map, you have a bijective linear map from H1 to H2, which is an isometry. Okay, and that's an isometry. ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ എടുക്കുന്നത് വെറും നോംഡ് സ്പേസ് അല്ല, ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. സോ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ ഒരു കാര്യം കൂടി പറയുകയാണ്, ദാറ്റ് ഐസോമെട്രി ഓർ ദാറ്റ് ലീനിയർ ഐസോമോർഫിസം വിൽ പ്രിസർവ് ഇന്നർ പ്രൊഡക്റ്റ്. സോ നമുക്ക് മോർ പ്രിസൈസ് ആയിട്ട് നോക്കാം. ദാറ്റ് ഇസ്, if H1 and H2 are any two separable infinite dimensional Hilbert spaces, there exists a linear isomorphism T from H1 to H2 which is on 2, and norm of Tx is equal to norm x for all x element of H1, means T is an isometry. Moreover, inner product of Tx Ty, ഈ Tx ഉം Ty ഒക്കെ H2-ലുള്ള ആൾക്കാരാണ്. സോ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് Tx Ty എന്ന് പറയുമ്പോൾ വി ആർ കൺസിഡറിങ് ഇന്നർ പ്രൊഡക്റ്റ് ഇൻ ദ സ്പേസ് H2. ദാറ്റ് ഇസ് സെയിം ആസ് inner product of xy. X and y are from H1, so inner product of xy is the inner product in H1, and this should be true for all x and y element of H1. There exists such a map എന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് എടുക്കുന്നതിന് പകരം ഞാൻ ഒരാളെ ആദ്യം എടുക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഞാൻ H1 മാത്രം എടുത്തു. H1ഉം നമ്മുടെ L2 സ്പേസ്, വാട്ട്സ് അവർ L2 സ്പേസ്? സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് x where x equal to x1, x2, etc., which satisfies the property summation I equal to 1 to infinity absolute value of xi square is finite. ഇതാണ് നമ്മുടെ L2 സ്പേസ്. അവിടെ നമുക്ക് L2 നോം ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. H1ൽ നിന്ന് L2 സ്പേസിലേക്ക് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഉള്ളൊരു മാപ്പിംഗ് ഉണ്ട് എന്ന് ഞാൻ ആദ്യം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് H1ൽ നിന്ന് H2വിലേക്കുള്ള മാപ്പിങ്ങിൻ്റെ കാര്യം പറയാം. സോ പ്രൂഫ് ആദ്യം ഞാൻ എടുത്തു, ലെറ്റ് H1 ബി എ സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്, ഹിൽബർട്ട് സ്പേസ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ തിയറം നമ്മളോട് പറയുന്നു ഇറ്റ് ഹാസ് എൻ ഓർത്തോനോർമൽ ബേസിസ്. ആ ഓർത്തോനോർമൽ ബേസിസിനെ ഞാൻ വിളിക്കുകയാണ് Fi where I greater than or equal to 1 or Fi where I equal to 1 to infinity. ഇതാണ് ഇവിടുത്തെ ഓർത്തോനോർമൽ ബേസിസ്. അപ്പോൾ ഇത് ഓർത്തോനോർമൽ ബേസിസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് Fi Fj എന്ന് പറയുന്നത് ഈക്വൽ ടു 1 if I equal to j, 0 otherwise. I not equal to j ആകുമ്പോഴെല്ലാം ഇത് 0 ആണ്. മാത്രമല്ല ഈ സിസ്റ്റം കംപ്ലീറ്റ് ആണ്, ഓർത്തോനോർമൽ ബേസിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു ഇങ്ങനെ നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടെങ്കിൽ യു ടേക്ക് എനി എക്സ് ഫ്രം H1, it has a series representation summation over I greater than or equal to 1 inner product x Fi for all x element of H1. Okay, മാത്രമല്ല ഓർത്തോനോർമൽ ബേസിസ് ആണെന്നുണ്ടെങ്കിൽ പാർസെവൽസ് ഐഡൻറ്റിറ്റി പ്രകാരം ബേസിസ് ആണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ട്രൂ ആയിരിക്കും. സോ ഞാനിവിടെ ഐഡൻറ്റിറ്റി ഒന്ന് തിരിച്ചെഴുതിയിരിക്കുകയാണ്. A ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന് പകരം B ഈക്വൽ ടു A എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് Fi സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ. പാർസെവൽസ് ഐഡൻറ്റിറ്റി പ്രകാരം നമുക്ക് ഈ ഈക്വാലിറ്റി ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ Fi എന്ന് പറയുന്നത് ബേസിസ് ആണ് എന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, സിൻസ് ദിസ് ഇസ് എ ബേസിസ്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ L2 സ്പേസ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് H1-ൽ നിന്ന് L2-വിലേക്ക് ആ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയുമുള്ള ഒരു ലീനിയർ ഐസോമെട്രി ഉണ്ടാക്കുകയാണ്. സോ ഞാൻ L2 സ്പേസ് എടുത്തു. L2 സ്പേസ് എന്ന് പറയുമ്പോൾ സീക്വൻസ് സ്പേസ്. ആ സീക്വൻസ് സ്പേസിൻ്റെ ഒരു നാച്ചുറൽ ഓർത്തോനോർമൽ ബേസിസ് ആണ് EN. EN എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ് ഈസ് എ സീക്വൻസ്. ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ nth പൊസിഷനിൽ 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. സോ ദിസ് 1 അപ്പിയേഴ്സ് ഇൻ ദ nth പൊസിഷൻ. ഓക്കെ, ഇതാണ് EN. ഇത് നമ്മുടെ L2 സ്പേസിൻ്റെ ഒരു നാച്ചുറൽ ഓർത്തോനോർമൽ ബേസിസ് ആണ്. നൗ നമ്മളിനി H1-ൽ നിന്ന് L2-വിലേക്കുള്ള ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ വി ആർ ഡിഫൈനിങ് T1 from H1 to L2 such that T1 of x is equal to summation I greater than or equal to 1 inner product xfi ei. ഓക്കെ, ഇതിൽ നമുക്കറിയാം എക്സ് എവിടുത്തെ എലമെൻ്റ് ആണ്? എക്സ് ഈസ് ആൻ എലമെൻ്റ് ഓഫ് H1. H1-ൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ് കളക്ഷൻ fi. അപ്പോൾ എക്സ് ഹാസ് എ സീരീസ് റെപ്രസെൻറ്റേഷൻ summation I greater than or equal to 1 inner product xfi fi. ഇതാണ് എക്സ്. ഇതിലെ കോഎഫിഷ്യൻസ് ഞാൻ അതുപോലെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. FIക്ക് പകരം EIs എടുത്തു. ഓക്കെ, നൗ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ T1 ഓഫ് എക്സ് എന്ന് പറയുന്നത് L2 സ്പേസിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത് L2 സ്പേസിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ RHSൽ എഴുതിയിരിക്കുന്ന ഈ സീരീസ് കൺവെർജൻ്റ് ആയിരിക്കണം. ഈ സീരീസ് കൺവെർജൻ്റ് ആവാൻ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് സമ്മേഷൻ ഓവർ I AI EI കൺവെർജൻ്റ് ആവണമെങ്കിൽ സമ്മേഷൻ ഓവർ I അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AI സ്ക്വയർ ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ T1 ഓഫ് എക്സ് L2 സ്പേസിലുണ്ടോ എന്നറിയാൻ ഈ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിവിടെ നോക്കുകയാണ്. T1 ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് L2 ആണ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AIയുടെ സ്ഥാനത്ത് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് XFI ആണ്. ദിസ് സ്ക്വയർ is equal to norm x square എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. norm x H1-ലുള്ളതായതുകൊണ്ട് norm x എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കും. സോ സിൻസ് വി ഹാവ് ദിസ്, ഇത് ഫൈനൈറ്റ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത് കൊണ്ട് ഈ T1 ഓഫ് എക്സ് എന്ന് പറയുന്നത് L2 സ്പേസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല വേറെ രീതിയിലും നമുക്ക് പറയാം. വാട്ട് ഇസ് മെൻ ബൈ ദ സമ്മേഷൻ ഓവർ I AI EI. സമ്മേഷൻ ഓവർ I AI EI. EI എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ith പൊസിഷനിൽ മാത്രം 1ഉം ബാക്കിയെല്ലാം 0ഉം വരുന്നത്. സോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ സീക്വൻസ് എന്ന് പറയുന്നത് A1 A2 A3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസാണ് നമുക്കിവിടെ കിട്ടുക. L2 സ്പേസിൽ ഉണ്ടാവാനുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സീക്വൻസ് L2 സ്പേസിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിലെ സീക്വൻസിലെ ഓരോ ടേമിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, കിട്ടുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ അത് L2 സ്പേസിലുണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് പറയാം. സോ T1 ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് L2 എന്ന് കിട്ടി. ഇനി ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നത് ഈ T1 എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നയാൾ ഒരു ഐസോമെട്രി ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോണേ. ഐസോമെട്രി ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നോം ഓഫ് T1 ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് ഇറ്റ് സെൽഫ് എന്ന് കിട്ടണം. അപ്പോൾ നോം ഓഫ് T1 ഓഫ് എക്സ് ഈക്വൽ ടു നോം ഓഫ് എക്സ് എന്ന് കാണിക്കുന്നതിന് പകരം നോം ഓഫ് T1 ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു നോം ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നത്. ബിക്കോസ് നോം എപ്പോഴും നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് സ്ക്വയേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവർ നോമും ഈക്വൽ ആയിരിക്കും. സോ നോം ഓഫ് T1 ഓഫ് എക്സ് സ്ക്വയർ, T1 L2-ലുള്ളതായതുകൊണ്ട് ഇവിടെ നമ്മൾ L2 നോമാണ് എടുക്കണം. ഓക്കെ, ഇവിടെ T1 ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി L2 സ്പേസിലെ നോം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് സ്ക്വയർ ദ ഹോൾ പവർ 1/2 എന്നുള്ളതാണ്. ഇവിടെ ഞാൻ സ്ക്വയർ കാണുന്നത് കൊണ്ട് എനിക്ക് ഹോൾ പവർ 1/2 വേണ്ട. കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് XFI ആണ്. സോ ദിസ് ഈസ് ദ നോം. ഓക്കെ,
ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എഫ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോം എക്സ് സ്ക്വയർ ആണ് ബൈ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പാഴ്സവാൽസ് ഐഡൻറ്റിറ്റി പ്രകാരം ഇതിങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് നോം ഓഫ് T1 ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം ഓഫ് എക്സ് സ്ക്വയർ, വിച്ച് മീൻസ് T1 ഈസ് ആൻ ഐസോമെട്രി. ഓക്കെ, സോ H1-ൽ നിന്ന് L2-വിലേക്ക് ഒരു ലീനിയർ ഐസോമെട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ T1 എന്ന് പറയുന്ന മാപ്പിംഗ് ഓൺ ടു ആണ്. ഓക്കെ, T1 ഓൺ ടു ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് വേണം? T1 എവിടെ നിന്ന് എങ്ങോട്ടുള്ള മാപ്പിംഗ് ആണ്? T1 ഈസ് ഫ്രം H1 ടു L2. സോ യു ടേക്ക് എനി എലമെൻറ്റ് ഓഫ് L2, ആ എലമെൻറ്റ് H1-ലുള്ള ആരുടെയോ ഇമേജ് ആണ് എന്ന് നമുക്ക് കാണിക്കണം. സോ ഐ ആം ടേക്കിംഗ് Y ഫ്രം L2. L2 എന്ന് പറയുമ്പോൾ സീക്വൻസ് സ്പേസ് ആണ്. അപ്പോൾ Y എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ആണ്. സേ A1 A2 എക്സെട്ര AN എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് ആണ് Y എന്ന് വിചാരിക്കാം. ആ Y L2-വിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AI സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഈ A1 A2 എക്സെട്ര AN എക്സെട്ര എന്നുള്ളതിനെ നമുക്ക് സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 AI EI എന്ന് എഴുതാനും പറ്റും. ഇനി നമുക്ക് നോക്കാം. ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ H1-ൽ നിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം ടേക്കിംഗ് സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 AI FI. വെറുതെ ഒരു സീരീസ് എടുത്തിരിക്കുകയാണ്. FIകളെല്ലാം H1-ലുള്ളതാണ്. കോഎഫിഷ്യൻസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഈ AIs ഈ വൈയുടെ ടേംസ് ആണ് കേട്ടോ. സോ ഇനി ഞാൻ നോക്കുകയാണ് ഈ എലമെൻറ്റ് H1-ലുണ്ടോ, വെദർ ദിസ് ബിലോങ്സ് ടു H1. നമുക്ക് നോക്കാം. ഇത് H1-ൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇതൊരു സീരീസാണ്. ആ സീരീസ് H1-ൽ ഉണ്ടാവണമെങ്കിൽ സമ്മേഷൻ ഓവർ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് AI സ്ക്വയർ ഫൈനൈറ്റ് ആവണം. അത് ഫൈനൈറ്റ് ആണെന്ന് നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദർഫോർ ഇത് H1-ലുള്ള ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ എലമെൻറ്റിനെ, അതായത് ഈ സീരീസ് സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 AI FI എന്ന് പറയുന്ന ആ എലമെൻറ്റിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. സോ ദിസ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് H1. എക്സ് എന്ന് പറയുന്നത് H1-ലുണ്ട്. ഇനി ഞാൻ ചെക്ക് ചെയ്യാണ് എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എഫ് ഐ. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് എഫ് ഐ ഈസ് ഈക്വൽ ടു എക്സിന് പകരം എക്സിൻ്റെ ഈ എക്സ്പ്രഷൻ, എക്സിന് പകരം നമുക്കിവിടെ ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വീണ്ടും സീക്വൻസ് FI ഓർ കളക്ഷൻ FI എന്ന് പറയുന്നത് ഓർത്തോനോർമൽ ആയതുകൊണ്ട് ഇവിടെ ഞാൻ FI ഫിക്സഡ് ആണ്. J വാരീസ് ഫ്രം 1 to infinity. സോ ആകെ സർവൈവ് ചെയ്യാൻ പോകുന്ന ടേംസ് ഇതിൻ്റെ ith ടേം ആണ്. ith ടേം വരിക ശരിക്ക് AI ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് FI എന്നാണ്. ഇന്നർ പ്രൊഡക്റ്റ് FI എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു AI. ഓക്കെ, പിന്നെ എനിക്ക് എന്താണ് T ഓഫ് എക്സ് എന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. വാട്ട് ഇസ് T ഓഫ് എക്സ്? T ഓഫ് എക്സ് അല്ല, T1 ഓഫ് എക്സ്. T1 ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് എക്സ് FI EI ആണ്. ഇതിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് FI ആരാണ് എന്നിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് FI ഈക്വൽ ടു AI. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. സോ വി ഗെറ്റ് സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 AI EI. ഈ സമ്മേഷൻ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 AI EI എന്ന് പറയുന്നത് നമ്മുടെ Y ആണ്. സോ യു ടേക്ക് any Y element of L2, there exists an X in H1 such that T1 of X is equal to Y, which means T1 is an surjection. T1 is a surjection. ഓക്കെ, അപ്പോൾ നമുക്ക് T1 ഐസോമെട്രി ആണെന്ന് കിട്ടി, T1 സർജക്ഷൻ ആണെന്ന് കിട്ടി. ഇനി ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് T1 പ്രിസർവ്സ് ഇന്നർ പ്രൊഡക്റ്റ് എന്നാണ്. T1 പ്രിസർവ്സ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് കാണിക്കാൻ ഞാൻ ആ ഇന്നർ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാണ്. വാട്ട് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് T1X T1Y?
അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ T1Xും T1Yയും ഒക്കെ L2 സ്പേസിലുള്ളവരാണ്. L2 സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റാണ് നമ്മൾ എടുക്കാൻ പോണത്. സോ T1 എന്നുള്ളതിന് പകരം T1 ൻ്റെ ഡെഫിനിഷൻ സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് X FI EI. ഇതുപോലെ T1 യുടെ എക്സ്പ്രഷൻ സമ്മേഷൻ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് Y FJ EJ രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ വി വിൽ യൂസ് കണ്ടിന്യൂറ്റി ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് സമ്മേഷനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഇസ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ളതും ഇന്നർ പ്രൊഡക്റ്റ് ഇസ് കോൺജുഗേറ്റ് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്നുള്ളതും നമ്മൾ യൂസ് ചെയ്യാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ദിസ് ഇസ് സെയിം ആസ് സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 സമ്മേഷൻ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഞാൻ എഴുതിയിരിക്കുകയാണ്. സമ്മേഷൻ I, J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫസ്റ്റ് ആർഗ്യുമെൻറ്റിലെ കോഎഫിഷ്യൻറ്റ് ഇന്നർ പ്രൊഡക്റ്റ് X FI സെക്കൻഡിലെ കോഎഫിഷ്യൻറ്റ് പുറത്തെടുക്കുമ്പോൾ അത് കോൺജുഗേറ്റ് ആയിട്ട് വന്നു. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് EI EJ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് EI EJ ഇസ് ഈക്വൽ ടു 1 ഇഫ് I ഈക്വൽ ടു J. അല്ലാത്ത കേസിലെല്ലാം അത് 0 ആണ്. ഓക്കെ, അപ്പോൾ I ഈക്വൽ ടു J ആവുന്ന ഒരു കേസ് മാത്രമേ നമുക്ക് നോൺ സീറോ ആയിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സോ ദിസ് ഈസ് സെയിം ആസ് സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് X FI ഇന്നർ പ്രൊഡക്റ്റ് Y FI ഇവിടെ J അല്ല Y FI inner product EI EI and inner product EI EI is 1, so that this is same as summation I greater than or equal to 1 inner product X FI inner product Y FI bar എന്ന് കിട്ടും. ബാക്കിയുള്ളത് 1 ആണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് T1X T1Y എന്ന് പറയുന്നതിന് നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ എക്സ്പ്രഷൻ ഫോർ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് T1X T1Y. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോണത് വാട്ട് ഇസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് X ആൻഡ് Y. എക്സും വൈയും H1-ലുള്ളവരാണ്. H1-ൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ് FI കളക്ഷൻ FI എന്ന് പറയുന്നത്. സോ ഐ ക്യാൻ റെപ്രസെൻറ്റ് X ആസ് സമ്മേഷൻ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് X FI FI. ഇതുപോലെ തന്നെ വൈയും H1-ലുള്ളതാണ്. സോ വൈക്കും ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സോ സമ്മേഷൻ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇന്നർ പ്രൊഡക്റ്റ് Y FJ FJ. ഓക്കെ, വീണ്ടും നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് ഇന്നർ പ്രൊഡക്റ്റും ലീനിയാരിറ്റി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കോൺജുഗേറ്റ് ലീനിയാരിറ്റി വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ I, J both greater than or equal to 1 inner product X FI inner product Y FJ in conjugate into inner product FI FJ എന്നാണ് കിട്ടുക. അതിൽ ഇന്നർ പ്രൊഡക്റ്റ് FI FJ നമുക്കറിയാം ഓർത്തോനോർമൽ ആയതുകൊണ്ട് I ഈക്വൽ ടു Jയിൽ മാത്രമേ നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. സോ ബാക്കിയുള്ളതിനെ നമുക്ക് വീണ്ടും ഇവിടെയും FI ആണ്. ഇറ്റ്സ് എ ടൈപ്പിംഗ് എറർ. സോ വി ഹാവ് this is equal to summation I greater than or equal to 1 inner product X FI inner product Y FI bar. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? സോ വി ഗെറ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് T1X T1Y in L2 and inner product of X and Y in H1 are same for all X and Y element of H1. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റിനെയും പ്രിസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടി? T1 from H1 to L2 is a linear isomorphism which preserves norm and inner product. ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ ആകെ അസ്യൂം ചെയ്തിട്ടുള്ളത് H1 എന്ന് പറയുന്നത് ഒരു സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഹിൽബർട്ട് സ്പേസ് ആണെന്നുള്ളത് മാത്രമേ നമ്മളൊരു കണ്ടീഷനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ വേറെ ഒരു സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആണ് H2ഉം. സോ ഇതേപോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദർ എക്സിസ്റ്റ് ആൻ ലീനിയർ ഐസോമോർഫിസം സേ T2 ഫ്രം H2 to L2 വിച്ച് പ്രിസർവ്സ് നോം ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം.
T2 എന്ന് പറയുന്നത് H2വിൽ നിന്ന് L2വിലേക്കുള്ള ലീനിയർ ഐസോമോർഫിസം ആണ്. പിന്നെ അതിന് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ T2 ഇൻവേഴ്സ് എന്ന് പറയുന്നത് L2വിൽ നിന്ന് H2വിലേക്കുള്ളതാണ്. അതും ഒരു ലീനിയർ ഐസോമോർഫിസം ആയിരിക്കും. ദാറ്റ് ഓൾസോ പ്രിസർവ്സ് നോം ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, T2 ഇൻവേഴ്സ് ഫ്രം L2 ടു H2 എന്ന് പറയുന്നതും ഇത് എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, T1 ഈസ് ഫ്രം H1 ടു L2, T2 ഇൻവേഴ്സ് ഈസ് ഫ്രം L2 ടു H2. ഇപ്പോൾ നാച്ചുറലി H1ൽ നിന്ന് H2വിലേക്ക് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഉള്ള ഒരു കാൻഡിഡേറ്റ് ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് T2 ഇൻവേഴ്സ് കോമ്പോസിറ്റ് T1, അതിനെ T എന്ന് വിളിച്ചു. സോ T ഫ്രം H1 ടു H2, this is a linear isomorphism which preserves norm and inner product. അപ്പോൾ നമുക്ക് പറയാം, if H1 and H2 are two separable infinite dimensional Hilbert spaces, they are unique up to an isometry, or they are equivalent, they are isometrically equivalent എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓർത്തോനോർമൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത് വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അവസാനമായിട്ട് പ്രൂവ് ചെയ്ത കാര്യം ഇതാണ്, ഒരേ ഒരു സെപ്പറബിൾ അപ് ടു എൻ ഐസോമെട്രി ദർ എക്സിസ്റ്റ് ഓൺലി വൺ സെപ്പറബിൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ L2. യു ടേക്ക് എനി സെപ്പറബിൾ infinite dimensional Hilbert space, it will be isometrically equivalent to L2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ അപ് ടു എൻ ഐസോമോർഫിസം, ഇറ്റ് ഈസ് L2. സോ ക്ലിയർ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് the result. Study well.